ദാവൂദിനെ സ്മൃതി കോപ്പി അടിച്ചാൽ സ്മൃതിയെ കുറ്റം പറയാനൊന്നുമില്ല. അവർക്ക് ഇതേപോലെ കോപ്പി അടിച്ചാൽ പോലും നേരെ ചൊവ്വേ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിവില്ലാത്ത ഒരാളാണ് അവർ. ഇനി ഇവർ പറഞ്ഞതിലെ യാഥാർത്ഥ്യ ബോധം വല്ലതും ഉണ്ടോ എന്ന് നോക്കണ്ടേ. CH കണാരൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 1957 മറിച്ച് 1952 മത്സരിച്ചത് ഈ പറയുന്ന തലങ്ങൾ ഉൾപ്പെടുന്ന തലശ്ശേരി. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ KP രാഘവൻ നായർ. CHന് കിട്ടിയ വോട്ട് 20,836. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 10,135. CH കണാരന്റെ ഭൂരിപക്ഷം 10,701. അതായത് കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ വോട്ട് ഭൂരിപക്ഷമായി CHന് കിട്ടി. പോൾ ചെയ്ത വോട്ടിന്റെ 24% CHന് കിട്ടി. അന്നത്തെ കണക്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്ന സ്ഥലത്ത് തോൽവി ഭയന്ന് ജാതി കാർഡ് ഇറക്കി എന്നൊക്കെ പറയുന്ന സ്മൃതി പരുത്തിക്കാടിന്റെയും ദാവൂദിന്റെയൊക്കെ തലച്ചോറ് സത്യത്തിൽ പഠന വിധേയമാക്കണം. 1957 മത്സരിക്കാൻ എത്തുമ്പോൾ മലബാറിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് CH കണാരൻ. ആ CHനെ കുറിച്ച് പറയുന്ന സ്മൃതിയൊക്കെ കുളിക്കടവിലെ പരദൂഷണ ജേർണലിസം ആയിരിക്കും പഠിച്ചത്, ഉറപ്പ്.